വെൽക്കം ബാക്ക്. വെള്ളാപ്പള്ളി നടേശൻ്റേത് വർഗീയ ആഹ്വാനമാണോ എന്നാണ് ചോദ്യം. പിയാസുലുണ്ട്. പിയാസുലിൽ നായാടി മുതൽ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളത് ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു. ഇപ്പോൾ അതിനെ പരിഷ്കരിച്ചു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നു. ലക്ഷ്യമൊന്നാണ്, മുസ്ലിം ഒഴികെയുള്ള ഏകീകരണം എന്നുള്ളതാണ്. അത് പ്രത്യക്ഷത്തിൽ തന്നെ വർഗീയമല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പശ്ചിമബംഗാളിൽ പറഞ്ഞു, പശ്ചിമബംഗാളിൽ നുഴഞ്ഞുകയറ്റക്കാർ വർദ്ധിച്ചു വരുന്നു. പശ്ചിമബംഗാളിന്റെ ഭാഷയും സംസ്കാരവും പാരമ്പര്യവും ഒക്കെ മാറുകയാണ്. അപ്പോൾ മാത്രമല്ല, പശ്ചിമബംഗാളിലെ ജനസംഖ്യാനുപാതത്തിൽ മാറ്റം വരുന്നു. വർഗീയ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ അതിനായി BJP അധികാരത്തിൽ കൊണ്ടുവരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ പറഞ്ഞിട്ടുള്ള അതേ ഭാഷ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ പറയുന്നത്. അതായത് പശ്ചിമബംഗാളിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു, അതുകൊണ്ട് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് പശ്ചിമബംഗാളിന്റെ ഭാഷ മാറുന്നു, സംസ്കാരം മാറുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട്, മുസ്ലിം സമുദായങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെല്ലാ സമുദായങ്ങളും ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ അതിന്റെ രാഷ്ട്രീയം എന്താണ്? സംഘപരിവാറിന്റെ വളരെ വ്യക്തമായ രാഷ്ട്രീയമല്ലേ? വെള്ളാപ്പള്ളി നടേശൻ പ്രതിദാനം ചെയ്യുന്ന NSS എന്ന് പറയുന്ന ഈ സംഘടന നമുക്ക് 1948 കൊല്ലം SN കോളേജിന് വേണ്ടി അന്ന് 5000 രൂപ, SN കോളേജ് നിർമ്മിക്കാനായി 5000 രൂപ സംഭാവന ചെയ്തത് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ എന്ന അവിടുത്തെ ഒരു മുസ്ലിം പ്രമാണിയാണ്. അന്ന് അരിക്കൊക്കെ 1 കിലോ അരിക്ക് 3 പൈസയായിരിക്കും അന്നത്തെ വില. പിന്നീട് SN ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ അതിലെ അംഗമായിരുന്നു തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂരിലെ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി 25 ഏക്കർ ഭൂമിയാണ് SN ട്രസ്റ്റിന് നൽകിയത്. അപ്പോൾ മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായക്കാരും മുസ്ലിം പ്രമാണിമാരും ഒക്കെ തന്നെ SNDPയുടെയും ഈഴവ സമുദായത്തിന്റെയും ഒക്കെ തന്നെ ഉന്നമനത്തിന് വേണ്ടി, നവോത്ഥാനത്തിന് വേണ്ടി കേരളത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അത് ചരിത്രമാണ്. ആ ചരിത്രം അറിയാത്തവരല്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാത്ത സുകുമാരൻ നായരും. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ തന്നെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയോട് കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് ഇടതുപക്ഷത്തെ സഹായിക്കാനുള്ള പൊളിറ്റിക്കൽ അജണ്ടയല്ല, അത് BJPയെ സഹായിക്കാനുള്ള പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ്. BDJS എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയല്ലേ? വെള്ളാപ്പള്ളി നടേശനും അതിന്റെ ഭാഗമായി നിന്നതല്ലേ കുറെ കാലമൊക്കെ തന്നെ? ഇപ്പോഴും BJPയുമായി സഖ്യത്തിൽ മത്സരിക്കുന്ന പാർട്ടിയല്ലേ BDJS എന്ന് പറയുന്നത്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40ഓളം സീറ്റ് ആവശ്യപ്പെട്ട് BJPയോട് ഇപ്പോൾ ചർച്ചകൾ നടത്തുകയാണ് BDJS. അപ്പോൾ BDJSന്റെ വിജയത്തിന് വേണ്ടി, BJPയുടെ രാഷ്ട്രീയം വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമുദായ ഐക്യം എന്നുള്ളൊരു മുദ്രാവാക്യം ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിനപ്പുറത്ത് എന്ത് രാഷ്ട്രീയമാണുള്ളത്? 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന EMS സർക്കാർ, ആദ്യത്തെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന EMS സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിലെ മുഴുവൻ സമുദായ സംഘടനകൾ ഒന്നിച്ചു നിന്നു. SNDPയും NSSും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിരുന്നു അന്ന്. അത് അറിയാത്തവരല്ലല്ലോ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഒരു റിവ്യൂ റിപ്പോർട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ റിവ്യൂ റിപ്പോർട്ടിൽ CPIM കേന്ദ്ര കമ്മിറ്റി ഇങ്ങനെയാണ് പറയുന്നത്: ദ SNDP ബ്രാക്കറ്റിൽ ഈഴവ ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ഹാസ് വർക്ക്ഡ് ഇൻ ഫേവർ ഓഫ് ദ BJP ബൈ ആൻഡ് ലാർജ്. ഒരു വരിയും കൂടിയുണ്ട് അതിനകത്ത്. അതെങ്ങനെയാണ്? ദ പാർട്ടി ഷുഡ് ആൾസോ വർക്ക് ഔട്ട് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പ് ടു എക്സ്പോസ് ആൻഡ് കൗണ്ടർ ദ ഡൂബിയസ് റോൾ ഓഫ് ദ SNDP ലീഡർഷിപ്പ്. അപ്പോൾ SNDP ലീഡർഷിപ്പ് എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചയായ വർഗീയത പറഞ്ഞ് BJPയുടെ രാഷ്ട്രീയത്തെ, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ നടത്തുന്ന നീക്കങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. VD സതീശനെതിരെ തുറന്ന ആക്രമണമാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. അതിന് പിന്തുണയുമായി ഇതായിപ്പോൾ സുകുമാരൻ നായരും രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് VD സതീശൻ മാത്രമാണ് പ്രതികരിക്കാനുള്ളത്. അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പുമുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? VD സതീശനെ സംരക്ഷിക്കാനോ VD സതീശന് വേണ്ടി ഒരു പിന്തുണ നൽകാനോ ഈ സമുദായ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറുണ്ടോ?
ഇപ്പോ കേരളത്തിലെ എല്ലാ പരിപാടികളിലും നിറഞ്ഞു നിൽക്കുന്ന ദേശീയ നേതാവ് KC വേണുഗോപാലിനെ കാണാനുണ്ടോ? KC വേണുഗോപാൽ ഇതുവരെ എന്തെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഇത് ആദ്യത്തെ പ്രസ്താവനയല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഇതിനു മുൻപും ഒരുപാട് തവണ ഇത്തരത്തിലുള്ള സമാനമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, മുസ്ലിം ലീഗ് വർഗീയവാദികളാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് കേരളത്തിൽ വർഗീയ വിഷം തുപ്പുമ്പോൾ എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ മിണ്ടാത്തത്? എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മിണ്ടാത്തത്? VD സതീശനെ പോലുള്ള നേതാക്കളെ ഒതുക്കുന്നതിനായി രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തിക്ക് വിളിച്ചില്ലേ NSS? എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു ഇരട്ടത്താപ്പ് കോൺഗ്രസിലെ പല നേതാക്കൾക്കുമുള്ളത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നേതാക്കളെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും പേടിയാണെന്ന്. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾ ഈ നേതാക്കൾക്കൊപ്പമല്ല. ആ രാഷ്ട്രീയം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി പറയാം. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS നേതാവ് സുകുമാരൻ നായരും ആരെയൊക്കെ കേരളത്തിൽ പിന്തുണച്ചിട്ടുണ്ടോ അവരൊക്കെ കേരളത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ. അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സും കേരളത്തിന്റെ മതേതര മനസ്സും കേരളത്തിന്റെ നവോത്ഥാന മനസ്സും ഇവർക്കൊപ്പമല്ല എന്ന യാഥാർത്ഥ്യം പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അത് തിരിച്ചറിയുന്നില്ല. പക്ഷേ അപകടകരമായ രാഷ്ട്രീയമാണ് ഈ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. കേരളത്തിന്റെ മതേതര മനസ്സും കേരളത്തിന്റെ പുരോഗമന മനസ്സുമുള്ള കേരളത്തിന്റെ സമൂഹം ഒരു കാരണവശാലും ഇത് വെച്ചുപൊറിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. SNDP NSS ഐക്യമൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് അതൊക്കെ ഒരു വിജയിച്ചില്ല. അതൊക്കെ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമായിരുന്നു അന്നത്തെ വിഷയം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഈ ഐക്യമുണ്ടാകുന്നത് വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടകരമാണ്. Meet the editors.